യൂറോപ്പ് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. അതായത് ഈ വീഡിയോയിലൊക്കെ ഞങ്ങളൊക്കെ ഒരു ഷൂസ് ധരിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മമ്മി വരെ ഷൂസ് ഇട്ടിരുന്നു. കാരണം ഇത് ഫോർച്യൂൺകാർ നമ്മളോട് പ്രത്യേകം പറയുന്നു ഷൂസ് ഇടണം. അതായത് ഒന്നാമത് ഒരുപാട് നടക്കാനുണ്ട്, മാത്രമല്ല തണുപ്പ് ഭയങ്കര സഹിക്കാൻ പറ്റാണ്ടായിട്ട് വരുമ്പോൾ നമ്മുടെ കാല് മരവിച്ച് വേദന എടുക്കും. അപ്പോൾ സോക്സ് ഇട്ടിട്ട് ഷൂ ഇട്ടാൽ തണുപ്പിൽ നിന്ന് രക്ഷയാണ്. മാത്രമല്ല സ്വിറ്റ്സർലൻഡിലൊക്കെ പോകുമ്പം ഐസിലാണ് നമ്മൾ നിൽക്കുന്നത്, അപ്പോൾ അവിടെ ഷൂസ് എന്തായാലും നിർബന്ധമാണ്. പിന്നെ മാത്രമല്ല ഷൂസ് വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള ഷൂസ് വാങ്ങിക്കണം നിർബന്ധമാണ്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഡെക്കാത്തലോണിനും ലുലുന്നുമാണ് ഞങ്ങൾ ഷൂസുകൾ സെലക്ട് ചെയ്തത്. ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് പൈസയ്ക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിനെന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഷൂസ് വാങ്ങിക്കണമെങ്കിൽ 10,000-ൽ കൂടുതൽ, അതായത് യൂറോ നമ്മുടെ രൂപയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള ക്യാഷാണ് ഞാൻ പറയണേ കേട്ടോ, അവിടെ നിന്ന് വാങ്ങിക്കണമെങ്കിൽ അത്രയും പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ ഭേദം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷൂ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങി പോകുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉള്ള ഷൂ എല്ലാവരും സെലക്ട് ചെയ്തിരുന്നു. അതുപോലെ കുറച്ചധികം സോക്സുകളും ഞാൻ എടുത്തിരുന്നു. കാരണം എല്ലാ ദിവസവും സോക്സുകൾ നമുക്ക് മാറേണ്ടേ, കുടുംബത്തിൽ 5 പേർക്കും സോക്സുകൾ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് സോക്സ് തന്നെ ഞാൻ കരുതിയിരുന്നു. പിന്നെ ഐസിൽ കളിക്കാൻ പോകുന്ന സമയത്ത് ഒരാൾക്ക് 2-3 സോക്സുകൾ വേണം, അല്ലാതെ നമുക്ക് ഐസിൽ നിൽക്കാനാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പോകുമ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറയുന്നത് ഫുഡാണ്. നമ്മൾ യൂറോപ്യൻ സ്റ്റൈലിലെ ഭക്ഷണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരും. ഉച്ചയ്ക്കും വൈകുന്നേരവും നമുക്ക് ഇന്ത്യൻ ഫുഡാണ്, എന്നാലും അതിൻ്റെ സ്പൈസസ് ഒക്കെ നമുക്കെല്ലാം ഇഷ്ടപ്പെടണം എന്നില്ല. കാരണം നോർത്ത് ഇന്ത്യൻ ഫുഡ് ചിലപ്പോൾ നമുക്ക് കിട്ടും, ഇന്ത്യൻ ഫുഡായിരിക്കും, ചിലപ്പോൾ നോർത്ത് ഇന്ത്യ ആയിരിക്കും, മനസ്സിലായോ? അപ്പോൾ കിട്ടുന്നത് നമ്മൾ വാരി വലിച്ച് കഴിക്കാൻ ശീലിച്ചില്ല എന്നുണ്ടെങ്കിൽ നടക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കിട്ടുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണം. മാത്രമല്ല അതിൻ്റെ കൂടെ ജ്യൂസ് ഉണ്ടാവും, ജ്യൂസ് നമ്മൾ കുടിക്കണം. പിന്നെ സാലഡ്സും ഇലകളും കുറേ അവരുടെ ഫുഡിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ വയർ സ്റ്റക്കാവും. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പലർക്കും കോൺസ്റ്റിപ്പേഷനും വയറിന് അസ്വസ്ഥതയും കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇതിങ്ങനെ ചെയ്താൽ മതി, സാലഡ്സും ഇലകളും നിങ്ങൾ കഴിക്കും, അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവരെല്ലാവരും അത് കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം അവരുടെ വയറിൻ്റെ പ്രോബ്ലം പരിഹരിച്ചു. അപ്പോൾ അതുകൊണ്ട് എന്തും കഴിക്കാൻ തയ്യാറായിട്ട് വേണം നമ്മളിവിടുന്ന് പോകാനായിട്ട്. പിന്നെയുള്ള മെയിനൊരു കാര്യം തലവേദനയായിരുന്നു. കുട്ടികൾക്ക് അടക്കം ഇടയ്ക്കിടയ്ക്ക് തലവേദന വന്നിരുന്നു. കാരണം ലോങ് ജേണിയാണ്, നടപ്പും ഇരിപ്പും അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഉറക്കവും ഒക്കെ വളരെ കുറവാണ്. കാരണം ഹോട്ടലുകളിൽ നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് എത്തുമ്പോൾ തന്നെ ഒരു സമയമാവും, പിന്നെ കുളിച്ച് പോയി കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയിൽ എല്ലാവരെയും നമ്മൾ കെയർ ചെയ്യണം. അപ്പോൾ ഇവരുടെ ഡ്രസ്സ്, ഒരു ഊരിയിട്ട ഡ്രസ്സ്, അത് നമ്മൾ പാക്ക് ചെയ്യണം, വേറെ സെപ്പറേറ്റ് പാക്കിംഗ് ആവണം. അപ്പോൾ ആ പാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കുറച്ച് പ്ലാസ്റ്റിക് കൂടുകൾ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം അതിനകത്ത് പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് അടുത്ത ദിവസത്തേക്കുള്ള ഡ്രസ്സുകളെല്ലാം എടുത്ത് വെച്ചൊക്കെ നമ്മൾ കിടക്കുമ്പോഴേക്കും തന്നെ ഒരു സമയമാവും. കാരണം പിറ്റേ ദിവസം രാവിലെ നമുക്കൊരു സമയം പറഞ്ഞിട്ടുണ്ടാവും, മിക്കവാറും അത് 7 മണിയായിരിക്കും. അതായത് 7 മണി മുതൽ 8 മണി വരെ ഓരോ ട്രൂപ്പിനും ഓരോ റെസ്റ്റോറൻറ്റിലും ഓരോ സമയമുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ചെന്നെങ്കിലാണ് നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയായാലും 7 മണിക്ക് റെസ്റ്റോറൻറ്റിൽ എത്തണമെങ്കിൽ നമ്മൾ, അതായത് ഫാമിലിനെ കെയർ ചെയ്യുന്ന ആൾ 5:30 മണിക്കെങ്കിലും എഴുന്നേൽക്കണം. എഴുന്നേറ്റ് നമ്മുടെ കുളിയും ദേവാലയമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് ചെയ്ത് എല്ലാവർക്കും എടുത്തു വെച്ചതിന് ശേഷം പതുക്കെ ഒരു 6:15 മുതൽ നമ്മുടെ കുട്ടികളെ വിളിച്ചു തുടങ്ങി അവരെ കുളിപ്പിച്ച് ഇറക്കി അവരെ ഈ 7 മണിക്ക് റെസ്റ്റോറൻറ്റിൽ നമ്മൾ എത്തിക്കണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ രാത്രി നമ്മൾ മിക്കവാറും ലേറ്റായിട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. കാരണം ഞാനെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു 11-11:30 എല്ലാം സെറ്റ് ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്താണ് നമ്മൾ ഉറങ്ങുന്നത്. ബിക്കോസ് ആദ്യത്തെ ഒരു ദിവസം മാത്രമാണ് നമ്മൾ ഹോട്ടലിൽ, 1-2 ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാത്തതുള്ളൂ. ബാക്കിയെല്ലാം ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പോൾ ഹോട്ടലിൽ രാത്രി നമ്മൾ എത്തുന്നു, പിറ്റേ ദിവസം രാവിലെ ചെക്ക് ഇൻ ചെക്ക് ഔട്ടാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും പെറുക്കി കൂട്ടിയിട്ട് വേണം രാവിലെ ഇറങ്ങാൻ. മാത്രമല്ല ഒരു തിരിച്ചു വരവില്ല, പോകുമ്പോൾ എല്ലാം കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പാക്കിങ്ങും വളരെ ഒരു ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ളൊരു സംഗതി ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ കെയർ ചെയ്യുന്ന ആൾ ഒരുപാട് അതിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഉറക്കക്കുറവ് കൊണ്ട് തലവേദന കുട്ടികൾക്കും, പിന്നെ ഒരു ഗ്രൂപ്പ് ട്രിപ്പ് ആകുമ്പോൾ നമ്മൾ അവർ പറയുന്ന സമയത്തിന് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും സംഗതികൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബസ്സിൻ്റെ സൗകര്യം, ഡ്രൈവറിൻ്റെ സൗകര്യം, യൂറോപ്യൻ ഡ്രൈവറാണ്, അയാൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അയാൾ കൊണ്ടുപോയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ സമയത്തിൻ്റെ കാര്യത്തിൽ, ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നം നേരിട്ടിരുന്നു. പിന്നെ നമ്മൾ ബസ്സിലൊക്കെ ഇരുന്നത് കോമ്പൻസേറ്റ് ചെയ്ത് എനിവേ തലവേദന ഒരു മെയിൻ ഇഷ്യൂ ആയിരുന്നു. അപ്പം തലവേദനയുടെ ബാമും ഗുളികകളും മിക്കവാറും എല്ലാവരുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. അപ്പം നിങ്ങളും പോകുമ്പോൾ ഇതിൻ്റെ ബാമും ഗുളികകളും കുട്ടികൾക്ക് അടക്കം കരുതേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി മറ്റൊരു കാര്യം, അവിടുത്തെ ഗവൺമെൻറ്റിന് അവിടുത്തെ ഭൂപ്രകൃതി സംരക്ഷിക്കാനായിട്ട് ചില നിയമങ്ങളുണ്ട്. അതായത് കണ്ണ് കണ്ടിടത്തൊക്കെ സ്ഥലവും വാങ്ങിച്ചിട്ട് അവിടെ വീട് വെച്ച് താമസിക്കാൻ പറ്റില്ല. വീട് വയ്ക്കാനും താമസിക്കാനൊക്കെ കൃത്യമായ സ്ഥലം അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ ആകാവൂ, ബാക്കി സ്ഥലങ്ങളെല്ലാം അതുപോലെ തന്നെ ഒഴിച്ചിടണം. അപ്പോൾ ഗവൺമെൻറ്റാണ് അതിൻ്റെയൊക്കെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പോയാലും 10 കൊല്ലം കഴിഞ്ഞ് പോയാലും അതൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. മാത്രമല്ല ജനപ്പെരുപ്പം നിയന്ത്രിക്കാനായിട്ട് കുടിയേറ്റക്കാരെ ഇപ്പോൾ നിയന്ത്രിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആവാൻ ഭയങ്കര സമയമെടുത്തത്.
ഒരു പരിധിയിൽ കവിഞ്ഞ ആളുകൾ വന്നാൽ അവരുടെ ആവശ്യങ്ങൾ സ്വാഭാവികമായും കൂടും. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂപ്രകൃതി ചൂഷണം ചെയ്യപ്പെടുമോ എന്ന സംശയത്തിൻ്റെ പേരിലാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. കാരണം ടൂറിസം അവരുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ്. പിന്നെ പോണ വഴിക്ക് നമ്മളൊരു ബുക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ പോകുന്ന സ്ഥലങ്ങൾ, അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ നമുക്ക് എഴുതി വെച്ചാൽ പിന്നീട് നമുക്ക്, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് യാത്രാ വിവരണമൊക്കെ എഴുതാനായിട്ട് വളരെ നല്ലതാണ്. നമ്മുടെ കൂട്ടത്തിൽ പലരും എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ എൻ്റെ മക്കൾ സ്റ്റേറ്റ് സിലബസിലാണ് പഠിക്കുന്നത്. അവരുടെ പരീക്ഷയുടെ ഒരു മെയിൻ ചോദ്യമാണ്, മിക്കവാറും 4ാം ക്ലാസ് മുതൽ ഒരു മെയിൻ ചോദ്യമാണ് യാത്രാ വിവരണം എഴുതുന്നത്. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ തന്നെ അവർ എഴുതി തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പോലും അത് അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് എഴുതി സൂക്ഷിക്കാൻ കുട്ടികളെ പഠിപ്പിച്ചാൽ അത് വളരെ നല്ലതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ വേറെ കാര്യം വിട്ടുപോയത്, മിക്കവാറും ഈ ഫോട്ടോയിലും വീഡിയോയിലും നമുക്ക് കാണാം ഞങ്ങളെല്ലാം ജീൻസാണ് ഇട്ടിരിക്കുന്നത്. അത് സ്റ്റൈലിന് വേണ്ടി മാത്രമല്ല കേട്ടോ, തണുപ്പിന് അതിജീവിക്കണമെങ്കിൽ ഇതേ നിവർത്തിയുള്ളൂ. ആദ്യത്തെ ഒരു ദിവസം ഞാൻ ചുരിദാർ ഇട്ടു, പക്ഷേ ഒരു രക്ഷയില്ല. തണുപ്പ് വരുമ്പോൾ ആദ്യം നമ്മുടെ കാലിലാണ് പിടിക്കുന്നത്, പറ്റില്ല. ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ തണുപ്പിന് കുറച്ച് സമാധാനമുണ്ട്. മാത്രമല്ല യാത്രയ്ക്ക് മുൻപേ ഞാനൊരു ചെറിയ കുപ്പി വെളിച്ചെണ്ണ കയ്യിൽ കരുതിയിട്ടുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ചുമ്മാ വെച്ചതാ, പക്ഷേ യാത്രയിൽ ഏറ്റവും ഉപകാരപ്പെട്ട ഒന്നായിരുന്നു അത് കേട്ടോ. അതായത് ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെയൊക്കെ ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് സ്കിന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോരുന്ന പോലെ, ചൊറിഞ്ഞു തടിക്കാൻ പോലെ അങ്ങനെയൊക്കെ വന്നു. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് അത് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾ അങ്ങനെ മോയ്സ്ചറൈസർ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ വെളിച്ചെണ്ണ അങ്ങ് വരട്ടി കുട്ടികൾക്കും വരട്ടി കൊടുത്തു, പ്രത്യേകിച്ച് കുളിക്കുന്നതിന് മുൻപായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്കിൻ നമ്മുടെ ബെറ്റർ ആയി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ കുപ്പിയിൽ കട്ടയായിട്ടാണ് എനിക്ക് രാവിലെ എണീക്കുമ്പോൾ വൈകുന്നേരം ചെല്ലുമ്പോൾ. അപ്പോൾ ആദ്യം നമ്മൾ തിളച്ച വെള്ളത്തിൽ വെച്ചിട്ട് അതൊന്ന് അതിൻ്റെ ആ ഒരു കട്ടയൊന്ന് ലൂസാക്കിയതിന് ശേഷം ആണ് നമ്മളത് അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്കിൻ പ്രോബ്ലംസ് ഒന്നും കഴിയുന്നതില്ലാതെ നമുക്ക് പറ്റി. അപ്പോൾ നിങ്ങൾ പോകുമ്പോഴും വെളിച്ചെണ്ണയുടെ ഒരു കുപ്പി കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ പലരും സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ യൂസ് ചെയ്ത് ശീലമായവർക്ക് അത് തന്നെ മതി. പക്ഷെ നമുക്കത് ശീലമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. എന്തായാലും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ മസ്റ്റാണ്. പിന്നെ അതുപോലെ പൊടിയിൽ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാനായിട്ടേ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഹെയർ ഓയിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഈ മുടിയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് വരും. ശരിക്കും നമുക്ക് കോംബ് ചെയ്താൽ കിട്ടാത്ത പോലെ വരും ഡ്രൈ ആയിട്ട്. പിന്നെ വാഷ്റൂമിൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ചെരുപ്പുകളൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം വരുമോ എന്നറിയില്ലല്ലോ. പക്ഷെ അതൊന്നും ആവശ്യം ഉണ്ടായില്ല. അതൊക്കെ എടുത്തത് വെറുതെ ആയിപ്പോയി. കാരണം ചുമ്മാ അതൊന്നും ചുമന്നുകൊണ്ട് പോയി നമ്മുടെ ലഗേജ് കൂട്ടിയിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം, ഒരുമാതിരി ലക്ഷറി ഹോട്ടലുകളിലൊക്കെ നമുക്ക് എവിടെ പോയാലും ബ്രഷും പേസ്റ്റും സോപ്പും തരാറുണ്ട്. അപ്പോൾ ചെറിയൊരു സംശയത്തിൻ്റെ പേരിൽ ഞാൻ ബ്രഷും പേസ്റ്റും എൻ്റെ കൂടെ കരുതിയിരുന്നു കേട്ടോ. അതേതായാലും ഭാഗ്യമായി. യൂറോപ്പിലെ ഒരു ഹോട്ടലിലും നമുക്ക് ബ്രഷും പേസ്റ്റും കിട്ടിയില്ല കേട്ടോ. നമുക്ക് പിന്നെ ബോഡി ലോഷൻ കിട്ടും, അതുപോലെ ബോഡി വാഷ് കിട്ടും, അതൊക്കെ കിട്ടും, ഹെയർ വാഷ് കിട്ടും, അതായത് ഷാമ്പു കിട്ടും. പക്ഷേ ബ്രഷും പേസ്റ്റും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് കയ്യിൽ വെക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയെ പറ്റി സംസാരിക്കാം, ചെയ്യാൻ പോകുന്ന വീഡിയോനെ പറ്റി സംസാരിക്കാം. അതായത് ബെൽജിയത്തിലെ കാഴ്ചകളാണ്. ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലാണ് ബ്രസൽ. അപ്പോൾ അതിലെ പ്രധാന കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് പ്ലേസ് എന്നറിയപ്പെടുന്ന ഒരു സ്ക്വയറാണ്. അതിനോട് ചേർന്ന് ഗ്രോട്ടെ മാർക്കറ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു മാർക്കറ്റുമുണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണത്. ചരിത്രപരമായും രാഷ്ട്രീയപരമായും കച്ചവടപരമായും ബെൽജിയത്തിൻ്റെ ഹൃദയം എന്ന് അതിനെ വിശേഷിപ്പിക്കാം. ഈവൻ യൂറോപ്പിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹൃദയഭാഗമാണത്. 12ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച അതിഗംഭീരമായിട്ടുള്ള കെട്ടിടങ്ങൾ നമുക്ക് ഇന്നും അവിടെ കാണാൻ പറ്റും. അത് പിന്നീട് 17ാം നൂറ്റാണ്ടിൽ അതിൻ്റെ ആ ഒരു മേന്മയൊന്നും കുറയാതെ പെട്ടെന്ന് തന്നെ അത് പുതുക്കി പണിതു. അതുകൊണ്ട് തന്നെ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോഴും നമുക്ക് കാണാം. പിന്നെ ബെൽജിയത്തിൻ്റെ ടൗൺ ഹാളും അവിടെ തന്നെയാണ്. പിന്നെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഒരുപാട് സഞ്ചാരികൾ ദിവസവും വരുന്നു. അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് ഹബ് അല്ലെങ്കിൽ പല കലകളുടെയും സ്ഥിരാകേന്ദ്രമായിട്ട് അത് അറിയപ്പെടുന്നു. വർഷത്തിൽ 2 തവണ അവിടെ ഒരു ബിഗ് ഫ്ലവർ കാർപ്പറ്റ് ഉണ്ടാക്കുക, അതായത് വലിയൊരു പൂക്കളം ആ സ്ക്വയറിൽ ഉണ്ടാക്കാറുള്ളത് വലിയൊരു അട്രാക്ഷനാണ്. മാത്രമല്ല ക്രിസ്മസിൻ്റെ സമയത്ത് യൂറോപ്പിലെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്ന ഒരു സ്ഥലം കൂടി ആണ് അത്. ഇനി അതിപുരാതനമായിട്ടുള്ള വിൻറ്റേജ് വാഹനങ്ങൾ നമുക്ക് അവിടെ കാണാം കേട്ടോ. അതിലൊക്കെ പാരമ്പര്യ വസ്ത്രം ധരിച്ച ഡ്രൈവർമാരുണ്ട്. ഒരു നിശ്ചിത തുക കൊടുത്താൽ അവർ നമ്മളെ അത് കൊണ്ടുപോകും. പിന്നെ പലരും നൃത്തവും സംഗീതവും പിന്നെ അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേയിങ്ങും ഒക്കെ അവിടെ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർക്കെല്ലാം സഞ്ചാരികൾ പ്രോത്സാഹനമായിട്ട് ധാരാളം പണവും കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഒരു അട്രാക്ഷൻ ഉറങ്ങുന്ന ഭാവത്തിൽ കിടക്കുന്ന ഒരു പ്രതിമയാണ്. ഒരു ചുവരിൽ ഇങ്ങനെ കാണാം നമുക്ക്. ബ്രോൺസിൻ്റെ പ്രതിമയാണ്. ആ പ്രതിമയിൽ തൊട്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നടക്കും പോലും. പിന്നെ മാത്രമല്ല ഒരിക്കൽ കൂടി ബ്രസൽസിൽ വരാനുള്ള ചാൻസും കിട്ടുമെന്നാണ് പറയുന്നത്. എവിറാഡ് ടി സർക്ലസ് എന്ന് പറയുന്ന ഒരു ബ്രോൺസ് പ്രതിമയാണത്.
അതിപുരാതനമായ ചരിത്രമുറങ്ങുന്ന ആ കെട്ടിടങ്ങളുടെ നടുവിലുള്ള ആ പ്രതിമയിൽ തൊട്ട് പലരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിലൂടെയുള്ള നടത്തം തന്നെ വളരെ അതിശയകരമായിരുന്നു കേട്ടോ. അങ്ങനെ പോയി നമ്മൾ ചെല്ലുന്നത് മനക്കൻ പീസ് എന്ന പേരുള്ള മറ്റൊരു ബ്രോൺസ് പ്രതിമയുടെ മുന്നിലാണ്. അതായത് മൂത്രം ഒഴിക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ പ്രതിമയാണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര തമാശയായിട്ട് തോന്നും. 1619 1619 ഇങ്ങനെ ആദ്യമായിട്ടൊരു പ്രതിമ നിർമ്മിക്കപ്പെടുന്നത്. അതിനൊരു ചരിത്രമുണ്ട്. അതായത് ഒരു കാലത്ത് അവിടെ ആരോ ബോംബ് വെച്ചു. പക്ഷേ കുസൃതിയായ ഒരു ചെറിയ ബാലൻ ചെന്നിട്ട് അതിലേക്ക് മൂത്രം ഒഴിച്ചിട്ട് അതിനെ നിർവീര്യമാക്കിയത്രേ. അപ്പോൾ അറിയാതെയാണെങ്കിലും ഒരു വലിയ ജനതയെയും സംസ്കാരത്തെയുമാണ് ആ കുട്ടി രക്ഷിച്ചത്. അപ്പോൾ അതിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് ആ പ്രതിമ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ഒറിജിനൽ പ്രതിമ ബ്രസൽസിലെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല ആ കുട്ടിക്ക് ഒരുപാട്, അതായത് ആയിരക്കണക്കിന് ഡ്രസ്സുകളുണ്ട്. ഓരോ സീസണിലും ഈ ഡ്രസ്സുകൾ മാറി മാറി അണിയിക്കും എന്നാണ് പറയുന്നത്. അത് കാണാനും സഞ്ചാരികൾ ഒത്തിരി വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വേർഷനാണ്, ഒറിജിനൽ പ്രതിമയല്ല, ഇതിൻ്റെ ചെറിയൊരു വേർഷനാണ് ഈ ഗ്രാൻഡ് പ്ലേസിനോട് ചേർന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അവിടെ പോയാൽ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇവിടെയൊക്കെ ബെൽജിയം ചോക്ലേറ്റ് കിട്ടും. ഈ ബെൽജിയം ചോക്ലേറ്റ് ലോക പ്രസിദ്ധമാണ്. പ്യോർ ചോക്ലേറ്റ് ആണ്, മാത്രമല്ല അതിന് ഭയങ്കര ടേസ്റ്റുമാണ്. പക്ഷെ ചില ചോക്ലേറ്റുകൾക്ക് കൈപ്പരസുണ്ട്, ഒറിജിനൽ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങിക്കണം. ഷോപ്പുകളിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ അവിടുന്ന് ബെൽജിയം ചോക്ലേറ്റ്സ് വാങ്ങിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പാർട്ടി മൂഡാണ്. അതായത് സഞ്ചാരികൾ മാത്രമല്ല, ആ നാട്ടിലെ ആളുകളും. ഒരു പ്രാവിനകത്തൊരു കുട്ടി ഉണ്ടാവും, കൂടെ പട്ടിയും ഉണ്ടാവും. അങ്ങനെ കുടുംബമായിട്ടും അല്ലാതെയൊക്കെ ആഘോഷമായിട്ട് ആ തെരുവിലൂടെ ഇങ്ങനെ പതുക്കെ നീങ്ങുന്നത് കാണാം. പല വെറൈറ്റി സുന്ദരി പട്ടികളെ ഞങ്ങളവിടെ കണ്ടു കേട്ടോ. എല്ലാറ്റിനെയും എന്താ പറയുക, നല്ല നല്ല ഉടുപ്പൊക്കെ ഇടിയിച്ച് നല്ല ഭംഗിയായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഭയങ്കര കൗതുകം കാണാനായിട്ട്. പിന്നെ ഈ ലോകം എത്ര സുന്ദരമാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ അവിടെ എൻജോയ് ചെയ്തു. ഇനി പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം കേട്ടോ. ബോർഡിൽ നമ്മളിപ്പോൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് എത്ര യൂറോ എന്ന് പറഞ്ഞേ, നീ കണക്കൊന്ന് പറഞ്ഞേ, പറ. ഞങ്ങൾ 5 ആള് കഴിക്കാൻ ഒരു എങ്ങനെ പോയാലും 130 യൂറോ എന്തായാലും വേണം. 13,000 രൂപയ്ക്കാണ് ഞങ്ങൾ 5 പേരിൽ 5 കഴിച്ചത് കേട്ടോ. പിന്നെ ബാക്കി 40 പേര് കഴിക്കണമെങ്കിൽ ഇങ്ങനെ പോയാലൊരു 900 യൂറോ. 900? 800 യൂറോ? 800 യൂറോ ഒക്കെ അല്ലെങ്കിൽ 900 രൂപ എന്തായാലും ആവും. അപ്പോൾ ഒരു 80,000-85,000 രൂപയുടെ ലഞ്ചാണ് ഞങ്ങൾ കഴിച്ചത്. എന്ത് ബിരിയാണി, കബാബ്, കുറച്ച് വെള്ളം, ഇത്രയൊക്കെ കുടിച്ചതിനുള്ള റേറ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് വന്നത് കേട്ടോ. ഇവിടുത്തെ കഥയൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ എന്താ എല്ലാവരും എത്തി നോക്കുന്നുണ്ട്. ഇതെന്താ അത്? ഇതെന്താ? പണ്ടത്തെ ഫൗണ്ടനാണത്രേ. എൻ്റെ മോനെ, എല്ലാ കാഴ്ചകളും നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റില്ല. നമുക്ക് എന്നാലും ഇങ്ങനെ കാണാം. ഇതാണിപ്പോൾ നമ്മൾ കയറിയ ഹോട്ടൽ ഈശ്വര. ഇത് കണ്ടെങ്കിലും നമ്മളൊന്ന് ആശ്വസിക്കട്ടെ. ഓ മൈ ഗോഡ്. ഇത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മുന്നിലെ ഒരു നല്ല സ്ട്രക്ചറായിരുന്നു. അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടെയുള്ള പഴയ ബിൽഡിങ്സ് ആണ് ആ സ്ട്രീറ്റിൽ. അവിടെ നിന്ന് നമുക്ക് ഒത്തിരി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം എല്ലാവരും കുറച്ച് നേരം ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മളിപ്പോൾ കണ്ടത് ഒരു കുട്ടി പൈസയ്ക്ക് വേണ്ടി പാട്ട് പാടുന്നതാണ്, പാവം. അപ്പോൾ അത് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും പാട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളി സോങ്ങാണ്. എന്നിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഇതിവിടെ ഗ്രാൻഡ് സ്ക്വയർ എന്ന് പറയുന്നൊരു പ്രത്യേക സ്ഥലത്തു നിന്നാണ് നമ്മൾ നടക്കുകയാണ്. ഇതിവിടെ നടത്തം മാത്രമേ ഉള്ളൂ, വേറെ വാഹനങ്ങളൊന്നും പാടില്ല. ഭയങ്കര ബിസി ആയിട്ടുള്ള ഏരിയയാണ്. ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് എൻജോയ് ചെയ്യാനുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ജാഥ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ യൂറോപ്പിൽ ബെൽജിയം സ്വീറ്റ്സ് ആണ്. ഭയങ്കര ബിസിനസ് സ്വീറ്റ്സ് ആണ്.
ഷോപ്സൊക്കെ ഉണ്ട്. അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ നടക്കും. വാങ്ങാനൊന്നുമില്ല. ഷോപ്സ് ഇവിടെ ഫോർച്യൂണിൻ്റെ കൊടി പിടിച്ചിട്ട് ആൾ മുമ്പിൽ തന്നെ പോകുന്നുണ്ട്. എല്ലാവരും ജാതിയായിട്ട് നിങ്ങൾ പോവാം. ഈ പുറകെ കാണുന്നതാണ് കേട്ടോ മനക്കൻ പീസ് സ്റ്റാച്ചു എന്ന് പറയുന്നത്. അതായത് ഇതിനൊരു ഐതിഹ്യമുണ്ട്. ഒരു കുട്ടി മൂത്രമൊഴിക്കുകയാണ് അവിടെ. കണ്ടോ, മനക്കൻ പീസ് സ്റ്റാച്ചു. അതായത് ഒരു കുട്ടി മൂത്രമൊഴിക്കുന്ന സ്റ്റാച്ചു ആണ്. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കുറേ കാലങ്ങൾക്ക് മുമ്പ് ആരെങ്ങാണ്ട് ഒരു ബോംബ് വെച്ചു. അപ്പോൾ ആ ബോംബിൻ്റെ മുകളിലേക്ക് ഈ കുട്ടി വന്ന് മൂത്രമൊഴിച്ചത്രേ. അപ്പോൾ അങ്ങനെ ആ ബോംബ് നിർവീര്യമാവുകയും ഈ കൺട്രി നഷ്ടപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഇവിടുത്തെ ഒരു സെയിൻ്റായിട്ടാണ് കണക്കാക്കുന്നത്. ഒരുപാട് ഒരുപാട് ഡ്രസ്സ് ഉണ്ടെന്നാണ് പറയണേ. ആയിരക്കണക്കിന് ഡ്രസ്സുകളുണ്ട്. ആ ഡ്രസ്സൊക്കെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ഒരു ഐതിഹ്യം. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലേസാണ്. ആളുകൾ മൊത്തം വന്ന് ഇത് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഉണ്ടോ? ഓ, പിന്നെ ബെൽജിയം ചോക്ലേറ്റ് ഭയങ്കര ഫേമസ് ആണ്. ഭയങ്കര കയ്പാണ്, പക്ഷെ ഒറിജിനൽ ചോക്ലേറ്റ് ആണ്. ഇഷ്ടപ്പെട്ടവർക്ക് കഴിക്കാം. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാനായിട്ട് ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കും. കാര്യം കണ്ടോ, ഇതിവിടെയുള്ളൊരു കേക്ക് കടയാണ്. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ സാമ്പിൾസ് വെച്ചിരിക്കുക. അതിൻ്റെ നടുവിലെല്ലാം ഈ കുട്ടിയുടെ പ്രതിമയുണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ. അയ്യോ, എൻ്റെ പൊന്നെ, ഇത് കണ്ട ആരാണെങ്കിലും എടുത്ത് കഴിച്ചോ. അതിനകത്താണെങ്കിലും ഭയങ്കര സപ്ലൈ നടക്കുന്നത്. ഇവിടെയുള്ള ക്യാമറൂൺകാരിയായ ലേഡിയുടെ കൂടെ ആട്ടോ ഞാൻ ഫോട്ടോ എടുത്തത്. ഓ, രക്ഷയില്ല. നേരത്തെ കണ്ട ആ ഒരു പഴയ മോഡലുള്ള വാഹനം ഉണ്ടല്ലോ, അതിൻ്റെ ഡ്രൈവർ ലേഡിയാണ് ഇരിക്കുന്നത്. ആ ട്രഡീഷണൽ ഡ്രസ്സിൽ തന്നെ അവർ കയറിയിരിക്കുന്നത്. വണ്ടി പുറപ്പെടാൻ പോവാണ്. 1 മണിക്കൂറിന് 70 യൂറോ, അതായത് 7000 രൂപയാണ് ഈ വണ്ടിയിൽ പോകുന്നതിനുള്ള ചാർജ്. എൻ്റെ സഞ്ചാരികളെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ കുടുകുട് വണ്ടിയിലേക്ക് പുറപ്പെട്ടു. വാവ്, അവർ പോവാണ്. ആ പോയിട്ട് അമ്പോ, അടുത്ത വണ്ടിയിലും ആൾ കയറി കഴിഞ്ഞു. ഇത് പോവാണ്. Hello guys, welcome back to my YouTube channel. So today I am with who? With Lagi. His name is Neo. And look at this. It's really beautiful. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഗ്രാൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഇവിടുത്തെ ഒരു മീറ്റിംഗ് പോയിൻ്റാണ്. ചുറ്റും കുറേ കെട്ടിടങ്ങൾ. ഈ ബാക്കിൽ കാണുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ഹോളാണ്. ടൗൺ ഹാൾ എന്ന് പറയും ഹോളാണ്. അവിടെ മീറ്റിംഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഓരോരോ പഴയ ഇവരുടെ പഴയ കുറേ ബിൽഡിങ്സ്. പക്ഷേ ഇതിൽ ഇഷ്ടംപോലെ ആളുകൾ വരുന്നു, എൻജോയ് ചെയ്യുന്നു. പാട്ടും ഡാൻസും പ്ലേയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിനകത്താണ് ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇവിടെ മീറ്റിംഗ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ കൂടി പിടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വരും. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് പോകും. ദാറ്റ് ഈസ് എ മെയിൻ പ്ലേസ് ഓഫ് ബെൽജിയം. കൊള്ളാം. കാണുമ്പോൾ നല്ല വെയിലൊക്കെ തോന്നും. ഞാൻ ഇറങ്ങിയപ്പം പിന്നെ ഈ കോട്ടൊക്കെ കൈ പിടിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ വീശുന്ന കാറ്റിന് ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ വേഗം ജാക്കറ്റൊക്കെ ഇട്ടു. പിന്നെ ക്യാപ്പ് വെച്ചു. ഇപ്പോൾ യൂറോപ്പ് ട്രിപ്പ് വരുമ്പം ആരും പറഞ്ഞു തരാത്തൊരു കാര്യം ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? എല്ലാവരും വിചാരിക്കും കുറേ പട്ടിക്കുട്ടികൾ പോകുന്നുണ്ട് കേട്ടോ, എന്തൊരു ഭംഗിയാണോ കാണാൻ. നോക്കി ഓ, ഇവിടെ വരുമ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിലെ പട്ടീനെ കൊണ്ടാണ് നടക്കാറുള്ളത്. പട്ടികൾ അവർക്ക് കുട്ടികളെ പോലെയാണ്. ഓക്കെ, നമ്മളെ ഒത്തിരി നല്ല ഡ്രസ്സൊക്കെ കൊണ്ടുവരും. പക്ഷേ നമുക്ക് ആ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് പറഞ്ഞു തീർക്കട്ടേടാ. ഞാൻ കണ്ടു. അവിടുത്തെ പട്ടീനെ കാണാൻ വിളിക്കുന്നുണ്ട്. ശരി.